കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തവണ ത്രികോണ മത്സരം എന്നാണ് പൊതുവെ വരുന്ന വിലയിരുത്തൽ, ആണോ? ഞാനതിന് മറുപടി പറയുന്നില്ല. മത്സരം ഉണ്ടാകും, കാരണം സ്വാഭാവികമായിട്ടും മൂന്നും മുന്നണിയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. മത്സരം സ്വാഭാവികമാണല്ലോ, എല്ലാ മണ്ഡലങ്ങളിലുള്ള തന്നെയുള്ള മത്സരം കാഞ്ഞിരപ്പള്ളിയിലുമുണ്ട്. ഈ പൊതുവെ എൻ ജയരാജനോടുള്ള വ്യക്തിപരമായ അടുപ്പമൊക്കെ കാരണം ഈ BJP-കാരൊക്കെ പരമ്പരാഗതമായി വ്യക്തിപരമായി ഒരുപാട് വോട്ടൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ ജോർജ് കുര്യൻ എന്ന് പറയുന്നൊരു കുറച്ച് BJP-യുടെ പഴയ ആളല്ലേ, അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ? അതെനിക്ക് സത്യത്തിൽ ഞാനൊരു ജനപ്രതിനിധിയായിട്ട് 20 വർഷം MLA ആയി. ഒരിക്കൽ പോലും ഞാനൊരു രാഷ്ട്രീയ MLA ആയ ശേഷം മത്സരത്തിൻ്റെ രംഗത്ത് ഞാൻ സ്വാഭാവികമായിട്ട് തന്നെ മുന്നണിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ രാഷ്ട്രീയ ഭേദങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടൊരു പക്ഷേ എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ടുള്ള എൻ്റെ സൗഹൃദങ്ങൾ ഞാൻ വളരെയേറെ സൂക്ഷിക്കുന്ന ഒരാളാണ്. ആ സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ്, അവരൊക്കെ എന്നെ സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അത് വ്യക്തിപരമായിട്ടുള്ളത് അവരൊരിക്കൽ പോലും, കാരണം ഞാൻ ആളുകളുമായിട്ടുള്ള എൻ്റെ ഒരു ആത്മബന്ധമാണ്. എനിക്ക് വ്യക്തിപരമായി പേര് പറഞ്ഞ് വിളിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ ഉള്ള ഇത്രയും കാലം കൊണ്ടാണ്. രണ്ടാമത് എൻ്റെ അച്ഛനുമായിട്ടുള്ള ഒരു ദീർഘബന്ധമുള്ളൊരു മണ്ഡലമാണ്. അപ്പം ഒരു തലമുറയ്ക്ക് അവർക്കെല്ലാം ആ രീതിയിൽ പരിചിതനാണെങ്കിൽ ഞാൻ വന്ന ശേഷം പിന്നീട് വന്നവരെ ആ രീതിയിൽ പരിചിതരാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധം ഈ മണ്ഡലത്തിൽ കാലങ്ങളായി സൂക്ഷിക്കുന്നുണ്ട്. ആ ബന്ധത്തിനകത്ത് ഒരു കോട്ടം ഉണ്ടാകാതെ എല്ലാ ആളുകളെയും ഒരുപോലെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാത്മവിശ്വാസം. ആ ആത്മവിശ്വാസമാണ് മത്സരിക്കുന്നതിൽ എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, മുന്നണിയിൽ ഇടതുപക്ഷ മുന്നണിയിലാണ്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി നമുക്കറിയാം, വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ്. അതതിൻ്റെ രീതിയിൽ അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അനുകൂലമായ ഘടകങ്ങളാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ UDF-ൻ്റെ സ്ഥാനാർത്ഥി വന്നു, അധ്യാപകൻ ഒക്കെ ആയിട്ടുള്ള ആൾ, അദ്ദേഹം എങ്ങനെയാണ് അതിനെ? വളരെ എൻ്റെ അടുത്തൊരു സുഹൃത്താണ് അദ്ദേഹം. ഞാൻ MLA ആയിരുന്ന കാലത്ത് അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പല കാര്യങ്ങളിലും അദ്ദേഹം എഴുതാറുണ്ട്. ഞാനും ആ രീതിയിലും എഴുതുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആ രീതിയിലുള്ള നല്ലൊരു സൗഹൃദം എക്കാലത്തും നമ്മൾ പുലർത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹമായിട്ടും എനിക്ക് ഈ രണ്ടുപേരെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അടുത്തറിയാവുന്ന ആളുകളാണ്. നല്ല സൗഹൃദം ഏകാലത്തും ഉണ്ട്. തെരഞ്ഞെടുപ്പ് 9-ാം തീയതി കൊണ്ട് അവസാനിക്കും, പക്ഷേ എങ്കിലും സൗഹൃദങ്ങൾക്കൊരിക്കലും ഒരു മാറ്റം ഉണ്ടാകില്ല. ഈ റോണി KVയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വികസനം ഒന്നും കൊണ്ടുവരുന്നില്ല ഡോക്ടർ എൻ ജയരാജ്. മാത്രമല്ല, ഈ അവസാന എല്ലാ തെരഞ്ഞെടുപ്പിനും തൊട്ടു മുമ്പ് ഒരു റീടെൻഡർ പരിപാടികൾ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. കുറേ ഈ ബൈപ്പാസ്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, അതിനോട് മാത്രമാണ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ നിയോജക മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചാൽ വികസനം കൊണ്ടുവന്നില്ല എന്ന് പറയാൻ കഴിയില്ല. എന്ന് ചോദിച്ചാൽ ഈ നിയോജകമണ്ഡലത്തെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ ഇലക്ഷന് മത്സരിക്കുന്നത് ഞാൻ അവകാശപ്പെടുന്നില്ല. ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ആ ചില കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള സർക്കാർ നടപടികളെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു വർക്ക് എടുക്കുന്നു, ആ വർക്കിന് സർക്കാർ പറയുന്ന 10% കൂടുതൽ കൂട്ട് ചെയ്യാൻ പാടില്ല. സർക്കാർ പറയുന്ന റേറ്റിൽ 10% കഴിഞ്ഞ് 20% കൂട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും റീടെൻഡറിലേക്ക് പോകും. ചിലപ്പോൾ ഒരു കരാറുകാരനെ വരത്തുള്ളൂ. ഇതെല്ലാം സാങ്കേതികമായ നടപടിക്രമങ്ങളുടെ ഭാഗം. അതിനകത്തൊരു MLA-ക്ക് ഇടപെടാൻ ഒരിക്കലും അവകാശമില്ല. അത് സർക്കാർ തലത്തിലുള്ള നമ്മുടെ സിസ്റ്റമാണ്. ആ സിസ്റ്റം അനുസരിച്ച് മാത്രമേ വർക്കുകൾ കൊടുക്കാൻ പറ്റൂ. ഫണ്ട് കൊണ്ടുവരുന്നതിലാണ് MLA-യുടെ പങ്ക്. ഫണ്ട് ഫണ്ട് കൊണ്ടുവന്ന് നടപ്പാക്കാൻ ശ്രമിക്കുക. ഈ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് എല്ലാവരും എടുത്തു പറയുമ്പോൾ ഒരുപാട് യഥാർത്ഥത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 10, 15, 20 വർഷക്കാലത്തിൻ്റെ ചരിത്രമൊക്കെ ഓരോരുത്തർ പറയുമ്പോഴും ഇത് കോടതിയിൽ കേസുണ്ടായിരുന്നൊരു വിഷയമാണ്. ഭൂമി ഏറ്റെടുക്കുന്ന കാലത്ത് ഞാൻ MLA അല്ല, ഞാൻ MLA ആയതിനു മുമ്പുള്ള സംഭവമാണ്. അന്ന് തൊട്ട് കോടതിയിൽ 5-8 വർഷക്കാലം കേസ് നടന്നു. ആ കേസ് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അന്നത്തെ ചട്ടങ്ങൾ നിയമം മാറ്റി. ഫെയർ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്ന 2013 ആക്ട് നിലവിൽ വന്നു. ജയരാജ് കാരണമല്ല വികസനമോ അല്ലെങ്കിൽ ഇത് വൈകിയതോ? അല്ല, ഞാനല്ല കക്ഷി. കാരണം ഇതെല്ലാം സാങ്കേതികത്വം. അതിന് പ്രളയം വന്നതൊക്കെ മറന്നുപോയോ? ഒരു കോവിഡിൻ്റെ 2 വർഷക്കാലം, 2 പ്രളയകാലം അനുഭവിച്ച സ്ഥലമാണ് ഇത്. ഈ 2 പ്രളയവും 2 കോവിഡും എല്ലാം കൂടെ 4 വർഷം അങ്ങ് പോയി കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ഈ പ്രവർത്തനത്തിലേക്ക് ബൈപ്പാസിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് 2020 ശേഷമാണ്. അത് ടെൻഡർ ചെയ്തൊരു കരാറുകാരന് കൊടുക്കാൻ MLA-ക്ക് ഇടപെടാൻ പറ്റും. വികസനം ഇല്ല എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അപ്പോൾ അടിസ്ഥാനത്തെ ഈ കാഞ്ഞിരപ്പള്ളിയോട്ട് അങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇതിനെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചാൽ ഈ നാട്ടിൽ വികസനം ഉണ്ടോ ഇല്ലയെന്ന് പറയാം. അതിപ്പോൾ എതിർക്കാൻ സ്വാഭാവികമാണ്.
ഈ ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കും. ഒരു 80% കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് സ്കൂൾ വികസനമല്ലേ? കേരളത്തിലെ 4ാമത്തെ സ്പോർട്സ് സ്കൂളാണ്. കാഞ്ഞിരപ്പള്ളി ആശുപത്രിയുടെ കാത്തിലാവ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനമല്ലേ? ലളിതാംബി അന്തർജനത്തിൻ്റെ പേരിലുള്ള ഈ എന്താ പറയുക സാംസ്കാരിക നിലയം, സാംസ്കാരിക പ്രവർത്തനം, അത് വികസനമല്ലേ? നഴ്സിംഗ് കോളേജ് വികസനമല്ലേ? ഏതാ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏതാ കുറവെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ പറയാം മറുപടി. ശരി, അതിന് മറുപടി. ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ, വാർത്തകളൊക്കെ സമീപകാലത്താണല്ലോ വല്ലാതെ പ്രചരിച്ചത്. അത് ഏതെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികളെ ദോഷകരമായി ബാധിക്കാൻ ഇടതു മുന്നണിയുടെ ഒരു കാര്യം പറയാം. ഞാൻ തുടക്കം മുതലേ നിങ്ങളോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞാൻ ആ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ്, അവിടുത്തെ ഒരു MLA ആണ്. അങ്ങനെ ഒരു ചർച്ച ഒരു തലത്തിലുണ്ടായിരുന്നു. എവിടെ നിന്ന് വന്നെന്ന് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാണ്. അവിശ്വാസ്യത ഇടതു മുന്നണിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയെടുത്തതായിരിക്കാം. കാരണം നമുക്ക് ഒരു ക്രെഡിബിലിറ്റി, പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസ്യതയും നമ്മുടെ സുതാര്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ അവിടെയാണ് ഇവിടെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രചാരണങ്ങൾ വളരെയേറെ ഉണ്ടായി. പക്ഷേ ആ പ്രചാരങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലായിരുന്നു. കാരണം കേരള കോൺഗ്രസ് വിശ്വാസ്യത ഉണ്ട് ഇപ്പോഴും. ഇതിന് മുന്നണി മാറുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഉണ്ടേ എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾക്കാർക്കും അറിയില്ല, ഞങ്ങൾ ഏതായാലും മുന്നണി വിട്ട് വേറെ സംവിധാനമില്ല. ഏതോ ഒരു കാലത്ത് അത് ഇവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു കഥയുടെ തടഞ്ഞില്ല, വേണ്ട സമയത്ത് തടഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ ആ ഒരു പ്രചാരണത്തെ? അല്ലെ, ഞാൻ പറയാം വ്യക്തിപരമായി ഞാൻ പറയും. കാരണം ഞാൻ എവിടെ നിൽക്കുന്നത് എനിക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. എന്നോടൊപ്പം നിൽക്കുന്ന ആളുകൾ ആ മുന്നണിക്കും യാതൊരു ബോധ്യക്കുറവുമില്ലായിരുന്നു. പിന്നെ നമ്മളാരോടെ ബോധ്യപ്പെടും? ഞാൻ മുന്നണി മാറുന്നില്ല എന്ന് പറയാൻ അതിനെക്കുറിച്ചൊരു നമ്മുടെ അജണ്ടയിൽ പെടാത്തൊരു കാര്യം എന്തിന് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ എത്ര ഭൂരിപക്ഷം കിട്ടും? കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലുള്ള ഒരുപാട് ഇതൊക്കെ ഉണ്ട്. സാഹചര്യം ഇടതുപക്ഷ മുന്നണിയുടെ പൊതുവായി എടുത്തിട്ടുള്ള കേരളത്തിലെ വികസന സമീപനം ഇതൊക്കെ സാധാരണ മനുഷ്യർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് 20,000 വോട്ട് വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യം കൂടെ, ആരുമായിട്ടാണ് ഒരു സ്ട്രെയിറ്റ് ഫൈറ്റ് വരുന്നത്? BJP ആണോ അത് UDF? എല്ലാവരെയും ഞാൻ ഒരു രണ്ടാമത് ആരെത്തുന്നൊരു ഒരു വിലയിരുത്തലുണ്ടോ? ഇല്ല, മത്സരത്തിൽ എല്ലാവരും മണ്ഡലത്തിന്റെ പൾസ് നന്നായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ മത്സരത്തിൽ എല്ലാവരും സമന്മാരാണ്. ഞാനും അവരും എല്ലാം ഒരേപോലെ മത്സരിക്കും. കേന്ദ്രമന്ത്രിയാണ് ഒരേ എതിരാളി. അതല്ല, കഴിഞ്ഞ പ്രാവശ്യം അൽഫോൺസ് കണ്ണന്താനമായിരുന്നു. അല്ല, എപ്പോഴും ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത നല്ല മത്സരത്തിൽ വരുന്ന സ്ഥാനാർത്ഥികളുള്ളൊരു മണ്ഡലം. ആരൊക്കെ ഉണ്ടെങ്കിലും N. ജയരാജന്റെ ഒപ്പം ജനങ്ങൾ നിൽക്കുക. അല്ല, അതിവിടുത്തെ ജനങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി വിജയിച്ച് വരാമെന്നുള്ള പ്രദേശം. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല. ഞാൻ എൻ്റേതായ ഒരു കാഴ്ചപ്പാടിലും ശൈലിയിലും നടക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമാണ്. കാരണം നമ്മളാരെയും വഞ്ചിച്ചിട്ടില്ല. ഒരു അഴിമതി ആരോപണം എൻ്റെ പേരിൽ പറയാനില്ല. അപ്പോൾ ഇതാണ് പറഞ്ഞു നിർത്തുകയാണ്. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഡോക്ടർ N. ജയരാജൻ എപ്പോഴും ആത്മവിശ്വാസമായി മാറാറുള്ളത്. അതായത് ആരെയും ചതിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ചിരിച്ചിങ്ങനെ ആളുകളിലേക്ക് പോകുന്നതൊക്കെയാണ് പലപ്പോഴും വോട്ടായി മാറാറുള്ളത്. ഇത്തവണ വികസനം കൂടി അദ്ദേഹം കൃത്യമായി എടുത്ത് പറയുന്നുണ്ട്. ഭൂരിപക്ഷം 20,000 പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും അതിശക്തമായ പോരാട്ടം നടക്കുന്നു. എന്താണ് ഫലം എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പൊൻകുന്നത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.